KCB വനിതാ ജീവനക്കാരിയെ അടക്കം മർദ്ദിച്ച KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് KCB വർക്കേഴ്സ് അസോസിയേഷൻ എസ്എൽപുരം KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെന്ന നേതാക്കന്മാരോട് അറിയാമല്ലാത്തതൊന്നുമല്ലോ ചെന്ന നേതാക്കന്മാർ അവർ വളരെ മോശമായി പ്രതികരിക്കുന്ന സമീപനമുണ്ടായി. എന്നിട്ട് അതിനുശേഷം അവർ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവുക. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ അഞ്ജു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അവര് പറഞ്ഞു വേറെ പരിക്കൊന്നുമില്ല, ഇത് ഞാനെന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ കോൺഗ്രസിന്റെ ലിജു അവിടെ ചെല്ലുക. ലിജു ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്, ഈ ഡോക്ടറോട് പറയാം രാഷ്ട്രീയം കളിക്കുകയാണ്, ഇയാൾക്ക് പരിക്കുന്നുണ്ടെങ്കിൽ ഇയാളെ അവര് യൂണിറ്റ് നേതാക്കന്മാരെല്ലാം കൂടെ തല്ലി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്, അവിടെ ഓഫീസിൽ വെച്ചിട്ടാണ് തല്ലുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയമായി ഇടപെടുക. പക്ഷെ അപ്പോഴും ഡോക്ടർ വളരെ കൃത്യമായി പറഞ്ഞു എനിക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റിയ പരിക്കുകളും പറ്റിയ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത്. ഇനിയുടെ അഡ്മിറ്റ് ചെയ്യാനുള്ള വേറെ ഇടപെടൽ നടത്തി അഡ്മിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാക്കുക. അപ്പോ ഒരു രാഷ്ട്രീയമായി ഇതിനെ കാണുക. കോൺഗ്രസ് ഇപ്പൊ അറിയാലോ, കോൺഗ്രസ് പ്രവർത്തനം പിടിച്ചു നിൽക്കാൻ രക്ഷയില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പോടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് രാഷ്ട്രീയമായി ഇതിനെങ്ങനെ ഉപയോഗിക്കാമെന്ന് കോൺഗ്രസ് കാണുന്നത്. മാരാരിക്കുളം പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം KCB ഓഫീസിനു സമീപം CPM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി S രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം TG ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. CTU കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി PS ഷാജി, ED അനിൽകുമാർ, PL അലോഷ്യസ് എന്നിവർ പ്രസംഗിച്ചു. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ വീട്ടിൽ അടപ്പ് പോകുകയല്ല. രാജ്യത്തൊരു നിയമമുണ്ട്. ആ രാജ്യത്തെ ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1926 അംഗീകരിക്കപ്പെട്ടതാണ് ഈ രാജ്യത്ത്. ആരുടെ ഔദാര്യത്തിന്റെ പേരിൽ വന്നതല്ല. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് ന്യായമായി സംഘടിക്കാൻ, പ്രതിഷേധിക്കുവാൻ, അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ലംഘിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതാണ് ഇവിടെ നടന്നത്. രാജേഷ് മാനെ പോലുള്ള ആളുകൾ, ഞാൻ തിരക്കിയപ്പോ അറിഞ്ഞത് അദ്ദേഹം ഈ കരുണാകര ഗുരുവിന്റെ ആളാണെന്നാണ്. കയ്യിലിരിപ്പിച്ചിട്ട് മോശമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത്ര നല്ല ആളല്ല, ഇച്ചിരി ചുറ്റിക്കളിയൊക്കെ ഉള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.